യോശുവയുടെ പുസ്തകം 21 അധ്യായം. അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലയാസറിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു. കനാൻ ദേശത്ത് ശിലോവിൽ വെച്ച് അവരോട്, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാറേ, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കുപ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് യഹൂദ ഗോത്രത്തിലും ശിമയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് എഫ്രൈം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 10 പട്ടണം കിട്ടി. ഗേർഷോന്റെ മക്കൾക്ക് ഇസാഖാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് കുടുംബമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലും ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു. അവർ യഹൂദ മക്കളുടെ ഗോത്രത്തിലും ശിമിയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു. അവ ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹ്റോന്റെ മക്കൾക്ക് കിട്ടി. അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്ക് വന്നത്. യഹൂദ മലനാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് കൊല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ലിബ്നയും അതിൻ്റെ പുൽപ്പുറങ്ങളും യദ്വീരും അതിൻ്റെ പുൽപ്പുറങ്ങളും എസ്തമോവയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദബീരും അതിൻ്റെ പുൽപ്പുറങ്ങളും അയീനും അതിൻ്റെ പുൽപ്പുറങ്ങളും യുദ്ധയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത് ഷെമേഷും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ 9 പട്ടണവും ബെന്യാമീൻ ഗോത്രത്തിൽ ഗിബയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിൻ്റെ പുൽപ്പുറങ്ങളും അനാദോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും കൊടുത്തു. അഹ്റോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി 13 പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് കെഹാത്തി കുടുംബങ്ങൾക്ക് തന്നെ നറുക്കു കിട്ടിയ പട്ടണങ്ങൾ എഫ്രൈം ഗോത്രത്തിലായിരുന്നു. എഫ്രൈം നാട്ടിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഷേഖേമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേസരും അതിൻ്റെ പുൽപ്പുറങ്ങളും കിപ്സിയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത് ഹോരയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. ദാൻ ഗോത്രത്തിൽ എൽതെക്കയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗിബ്ബെദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും അയാലൂനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗഡ്രിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണങ്ങളും. മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ താനാക്കും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗദ്രിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 2 പട്ടണങ്ങളും അവർക്ക് കൊടുത്തു. ഇങ്ങനെ കെഹാത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി 10 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗേർഷോന്റെ മക്കൾക്ക് മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ബാഷാനിലെ ഗോലാനും അതിൻ്റെ പുൽപ്പുറങ്ങളും ബെയസ്തരയും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 2 പട്ടണവും. ഇസാഖാർ ഗോത്രത്തിൽ കിഷൂനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദാബരത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും ഏൻഗന്നീമും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. ആഷേർ ഗോത്രത്തിൽ മിഷാലും അതിൻ്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹെൽക്കത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും രഹോബും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. നഫ്താലി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗലീലയിലെ കേദിഷും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹമ്മോദോരും അതിൻ്റെ പുൽപ്പുറങ്ങളും ക്രഥാനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 3 പട്ടണവും കൊടുത്തു. ഗർഷോന്യർക്ക് കുടുംബമായി എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ശേഷം ലേവ്യരിൽ മെരാരി കുടുംബങ്ങൾക്ക് സെബൂലൂൻ ഗോത്രങ്ങളിൽ യൊക്നയാമും അതിൻ്റെ പുൽപ്പുറങ്ങളും കർദയും അതിൻ്റെ പുൽപ്പുറങ്ങളും ദിമ്നിയും അതിൻ്റെ പുൽപ്പുറങ്ങളും നഹലാലും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. റൂബേൻ ഗോത്രത്തിൽ ബേസരും അതിൻ്റെ പുൽപ്പുറങ്ങളും യസ്സയും അതിൻ്റെ പുൽപ്പുറങ്ങളും കെദേമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും മെഫാത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. ഗാദ് ഗോത്രത്തിൽ കൊല ചെയ്തവനായ സങ്കേത നഗരമായ ഗിലെയാദിലെ രാമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും മഹനീമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹെഷ്ബോനും അതിൻ്റെ പുൽപ്പുറങ്ങളും
യസീരും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ എല്ലാം കൂടി 4 പട്ടണവും കൊടുത്തു. അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെരാരിയർക്ക് നറുക്കുപ്രകാരം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലാം കൂടി 12 ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിന് ചുറ്റും പുൽപ്പുറങ്ങളുണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം. വീഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. രാജാവിൻ്റെ ഭീഷണം സിംഹഗർജനം പോലെ. അവനെ കോപിപ്പിക്കുന്നവൻ തൻ്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനു മാനം, എന്നാൽ ഏതു ഭോഷനും ഷണ്ട കൂടും. മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു. കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കും, ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം, വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തൻ്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പേറ്റിക്കളയുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞു നിർമ്മലനായിരിക്കുന്നുവെന്ന് ആർക്കു പറയാം? 2 തരം തൂക്കവും 2 തരം അളവും, രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തിൻ്റെ പ്രവൃത്തി വെടുപ്പും നേരുമുള്ളതാകുമോ എന്നറിയാം. കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ്, ഇവ രണ്ടും യഹോവയുണ്ടാക്കി. ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്. നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും. വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തൻ്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. പൊന്നും അനവധി മുത്തുകളുമുണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നതിൻ്റെ വസ്ത്രം എടുത്തുകൊള്ളുക. അന്യജാതിക്കാരനു വേണ്ടി ഉത്തരവാദിത്വം ആകുന്നവനോടോ പണയം വാങ്ങുക. വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യനു മധുരം, പിന്നത്തേതിലോ അവൻ്റെ വായിൽ ചരൽ നിറയും. ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. ആകയാൽ ഭരണസാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക. നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. ആകയാൽ വിടുവായനോട് ഇടപെടരുത്. ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം, അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയില്ല. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്ക, അവൻ നിന്നെ രക്ഷിക്കും. 2 തരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ്, കള്ളത്തുലാസും കൊള്ളരുത്. മനുഷ്യൻ്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു. പിന്നെ മനുഷ്യന് തൻ്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യനൊരു കണി. ജ്ഞാനമുള്ള രാജാവ് ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു. അവരുടെ മേൽ അവൻ മെതിവണ്ടി ഉരുട്ടുന്നു. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. ദയയും വിശ്വസ്തതയും രാജാവിനെ കാക്കും. ദയ കൊണ്ട് അവൻ തൻ്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം. ഉദരത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു.